ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാമെന്ന്. സൈക്കോളജിയിലെ ഇന്ന് 10 ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ നോക്കാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ സ്റ്റിമുലസ് ടു ദ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഓൾസോ എലിസിറ്റ് എ റെസ്പോൺസ് ഓഫ് ദി തിയറി ഓഫ് ഡാഷ്. നമുക്കറിയാം ക്ലാസിക്കൽ കണ്ടീഷൻ ആരുടെയാണ്? ഇവാൻ പാവ്ലോയുടെയാണ്. സോ പാവ്ലോയുടെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റി ഇൻ ദ ഇൻ്റലിജൻസ് ഈസ് കോൺട്രിബ്യൂഷൻ ഓഫ് ഡാഷ്. നമുക്കറിയാം 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആരാണ്? തേഴ്സ്റ്റൺ ആണ്. സോ തേഴ്സ്റ്റൻ്റെയാണ് 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി? അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. സോ അതിൻ്റെ ആൻസർ വരുന്നത് ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെയാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ ഫൗണ്ടർ. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ, who emphasize the primary role of language for the cognitive development of the learner? അതിൻ്റെ ആൻസർ വരുന്നത് വൈഗോസ്കിയാണ്. പ്രൈമറി റോൾ ഓഫ് ലാംഗ്വേജിനെ കുറിച്ചിട്ട് എംഫസൈസ് ചെയ്തിട്ടുള്ളത് വൈഗോസ്കിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ഡാഷ്. നമുക്കറിയാം എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. റിവാർഡിന് വേണ്ടിയോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് പേടിച്ചിട്ടോ ഒരു കാര്യം അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കാരണമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ റെഡിനെസ് സ്കിൽസ് ആർ ഡെവലപ്ഡ് ആൻഡ് മോസ്റ്റ് ഫ്രീ ടൈം ഈസ് സ്പെൻഡ് പ്ലേയിങ് വിത്ത് ദ ഫ്രണ്ട്സ് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാഷ്. നമുക്കറിയാം ഏർലി ചൈൽഡ്ഹുഡിൻ്റെ സമയത്താണ് കുട്ടികൾക്കിപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞ് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകാനുള്ള റെഡിനെസ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഏർലി ചൈൽഡ്ഹുഡിലാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ പ്രപ്പോസ്ഡ് ബൈ ഡേവിഡ് ഓസ്ബെലിൻ്റെയാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ പ്രപ്പോസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫുള്ളി ഫങ്ഷൻഡ് പേഴ്സണാലിറ്റി? അത് കോൾ റോജറിൻ്റെ ഒരു തിയറിയിൽ വരുന്നതാണ് ഫങ്ഷനിങ് പേഴ്സണാലിറ്റി. സോ അത് അദ്ദേഹമാണ് പ്രപ്പോസ് ചെയ്തത്. ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ ഈസ് റെഫേർഡ് ആസ്. നമുക്കറിയാം ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സോഷ്യലി, അതേപോലെ തന്നെ ഇമോഷണലി, മോറലി, അതേപോലെ തന്നെ ലാംഗ്വേജ്, അങ്ങനെ എല്ലാ ആസ്പെക്ട്സിലും ഒരു മനുഷ്യൻ്റെ ലൈഫ് ലോങ് നടക്കുന്ന ഒരു കാര്യത്തിനെയാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ കൊടുത്തിട്ടുള്ള ഈ 10 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, അതുമായി ബന്ധപ്പെട്ട തിയറീസൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു.